കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ വിചിത്ര വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. 14 വയസ്സുകാരന്റെ വളഞ്ഞുപോയ കൈ തനിയെ നേരെയാകുമെന്നും സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നുമാണ് സൂപ്രണ്ടിന്റെ വാദം. കോന്നിയിലേത് ചെറിയ മെഡിക്കൽ കോളേജ് എന്നും സൂപ്രണ്ട് ഡോക്ടർ എ ഷാജി പറയുന്നു. കോന്നി അരുവാപ്പുലം സ്വദേശികളുടെ മകൻ തൻസീറിന്റെ കൈയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളഞ്ഞുപോയത്. ഒടിഞ്ഞ കൈയുമായി എത്തിയ 14-കാരന്റെ കൈ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞുപോയ സംഭവത്തിൽ വിചിത്രമായ വിശദീകരണമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൈ വളഞ്ഞത് സ്വാഭാവികമായി ഉണ്ടാവുന്നത്, തനിയെ നിവർന്നോളുമെന്നും സൂപ്രണ്ട് ഡോക്ടർ എ ഷാജി. കോന്നി മെഡിക്കൽ കോളേജ് ചെറിയ മെഡിക്കൽ കോളേജാണെന്നും എല്ലാം ശരിയാകുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഇതിപ്പോ ചെയ്തില്ലേലും ഇത് നാച്ചുറലി ഹീലാവും. അത് പറയട്ടെ, അത് സമയമെടുക്കും. അതായത് ഈ നമ്മളൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യുന്നു, അതിന്റെ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, മനസ്സിലായില്ല? അല്ല, നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉടനെ കയറി താമസിക്കല്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരു കൊച്ചു ജനിച്ചു വീണ്, അപ്പൊ നിങ്ങൾ അതൊരു MBBS പഠിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം കൊണ്ട് MBBS ഇറക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ച പോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ്. നിസ്സാരവൽക്കരിക്കുകയല്ല, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. സംഭവത്തിൽ വീഴ്ചയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. കോന്നി അരുവാപ്പുലം സ്വദേശികളുടെ മകൻ തൻസീറിന്റെ കൈയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളഞ്ഞുപോയത്. കഴിഞ്ഞ നവംബറിലാണ് കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റർ ഇട്ടത്. ഫെബ്രുവരിയിൽ പ്ലാസ്റ്റർ അയച്ചപ്പോഴാണ് കൈ വളഞ്ഞത് കാണുന്നത്. കൈ നേരെയാക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. പിന്നീടാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത്. ജനം, പത്തനംതിട്ട.